Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ ഗ്രേപ്സിൻ്റെ സ്റ്റെം വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഫസ്റ്റ് നമുക്ക് അക്രൈലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഓരോ സ്റ്റെമ്മിലും പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഫ്ലവർ വേസിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാം. നമ്മളിതിൽ ഓരോന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നല്ല നീറ്റായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ സ്റ്റെംസിലും പെയിൻറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സ്റ്റിക്കാണിത്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റിക്കില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഈർക്കിലോ അതല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്കോ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റെം ഉണ്ടല്ലോ, അത് 2 അല്ലെങ്കിൽ 3 സ്റ്റെം എടുത്ത് ഇതുപോലെ ആ സ്റ്റിക്കിൻ്റെ കൂടെ വെച്ചിട്ട് നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ട് പിന്നീടും ഈ ഒരു സ്റ്റെം നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റെമ്മും നമ്മളിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ആ സ്റ്റെമ്മിൻ്റെ അറ്റത്തൊക്കെ ഫ്ലവർ പോലെ ഇരിക്കുന്നുണ്ടല്ലോ, അതിൽ നമ്മളൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. ഇവിടെ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് നമ്മൾ കളർ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാത്തിലും നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാത്തിലും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലീഫ് റെഡിയാക്കണം. ഇപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് നമ്മൾ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. തിക്നെസ് നല്ല കുറഞ്ഞിട്ടുള്ള ഫോം ഷീറ്റ് വേണം നമ്മൾ എടുക്കാൻ. ഇനി നമ്മളിത് ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. പ്രത്യേകിച്ച് സൈസൊന്നും വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു അയൺ ബോക്സ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ലീഫ് നമുക്കൊന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. ഹീറ്റ് ചെയ്തെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, ആ ലീഫ് വന്നിട്ട് കുറച്ചൊന്ന് സോഫ്റ്റ് ആവാനും ഒന്ന് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഹീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ലീഫും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റെം വെച്ചതുപോലെ ആ ലീഫും അതുപോലെ ആ സ്റ്റിക്കിൽ വെച്ചിട്ട് ഒന്ന് ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം.
നമ്മളെല്ലാത്തിലും ലീഫും ഫ്ലവേഴ്സും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ടൊന്ന് ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേപ്സിൻ്റെ സ്റ്റെം വെച്ചിട്ടുള്ള ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്രേപ്സ് ഒക്കെ വന്ന സമയത്ത് സ്റ്റെംസ് ഒക്കെ കളയാതെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ക്രാഫ്റ്റായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.